മെക്ക പാക്റ്റിൽ ഇറാൻ ഉണ്ടാകുമോ? പശ്ചിമേഷ്യയിൽ നിന്നുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. മെക്ക പാക്റ്റിനെയാണ് ഒരു സാങ്കേതിക സൗകര്യമെന്നോണം അവരാരും പ്രയോഗിച്ചില്ലെങ്കിലും ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്നത്. അവിടേക്ക് ഇറാന് ക്ഷണമുണ്ടെന്ന് രഹസ്യമായി പറയുമ്പോഴും പരസ്യമായി അത്തരമൊരു ക്ഷണത്തെ സൗദി അറേബ്യയോ ഇറാനോ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഈ മെക്ക പാക്റ്റിൽ അംഗമാകും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെ ഒരു പാക്റ്റ് പശ്ചിമേഷ്യയിൽ ഉണ്ടായാൽ അത് ഒരു ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുമെന്ന തരത്തിലേക്ക് ചില മാധ്യമപ്രവർത്തകരുടെ ടൈറ്റിലിങ്ങും കാര്യമായി നടക്കുന്നുണ്ട്. എന്താണ് ഈ മെക്ക പാക്റ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഓഗസ്റ്റ് 7-നാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഓഗസ്റ്റ് ആദ്യ വാരത്തിലാണ് പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യൻ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ ഒരു ജോയിൻറ്റ് ഡിഫൻസ് പാക്റ്റിൽ ഒപ്പിട്ടത്. ഒരു സംയുക്ത സൈനിക ധാരണ അല്ലെങ്കിൽ പ്രതിരോധ കരാർ എന്ന് പറയാവുന്ന ആ പാക്റ്റ് ആദ്യമത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു. ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണമൊരുക്കും എന്നാണ് പറയുന്നത്. അത് പാകിസ്ഥാൻ സ്വന്തമാക്കിയിട്ടുള്ള അണുവായുധ പ്രയോഗത്തിൻ്റെ ഒരു പ്രതിരോധം സൗദി അറേബ്യയ്ക്ക് കൂടി ലഭിക്കുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നോക്കിക്കണ്ടത്. പക്ഷേ എന്നാലും ഇറാൻ സൗദി അറേബ്യയെ ആക്രമിച്ചപ്പോൾ പ്രതിരോധം തീർക്കാനായി പാകിസ്ഥാനൊന്നും എത്തിയില്ല എന്നത് മറ്റൊരു കാര്യം. ഏതായാലും അതിനോടൊപ്പം തുർക്കി പ്രസിഡൻ്റ് കൂടി ഒപ്പിട്ടതോടുകൂടിയാണ് 3 രാജ്യങ്ങളുടെ ഒരു ബൃഹത്തായ കരാറായി അത് മാറിയിരിക്കുന്നത്. പക്ഷേ ആ കരാർ അങ്ങനെ നിലനിൽക്കുമ്പോഴും സൗദി അറേബ്യയുടെ ഒരു പരമ്പരാഗത പ്രതിയോഗി എന്ന നിലയിൽ കാണുന്നത് ഇറാനെയാണ്. പ്രത്യേകിച്ച് ഷിയ ഇറാൻ എന്ന് എടുത്തു പറയാൻ കാരണം ഈ പാക്റ്റിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ മുസ്ലിം വിഭാഗത്തിലെ സുന്നിയിൽ വരുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഷിയ ഇറാൻ അതിനോടൊപ്പം ചേരുന്നു എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായ ചേരലിനപ്പുറത്ത് അതിൽ മറ്റ് ചില ഘടകങ്ങളുമുണ്ട്. ഈ 3 രാജ്യങ്ങൾ ഒപ്പിടുന്നതോടുകൂടി ആ പ്രതിരോധ കരാർ അല്ലെങ്കിൽ ആ ജോയിൻറ്റ് പാക്റ്റ് അത്രമേൽ ശാശ്വതമാകില്ലെന്നും മറിച്ച് ഇറാൻ കൂടി ചേരുമ്പോഴാണ് അതിനകത്ത് കൂടുതൽ ബലവത്താവുക എന്ന് പറയുന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഇറാൻ വൈകാതെ അതിൽ അംഗമാകുമെന്നും ഒക്കെയാണ് ഈ മാധ്യമപ്രവർത്തകർക്കിടയിലെ വരികൾക്കിടയിലെ വാർത്തയും കരക്കമ്പിയും. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുകയോ സൗദി അറേബ്യ ഔദ്യോഗികമായി അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കരാർ ഇറാൻ ഉൾപ്പെടെ നിലവിൽ വന്നാൽ അത് ഒരു ബലവത്തായ പശ്ചിമേഷ്യയ്ക്ക് വഴിയൊരുക്കും എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാൻ എല്ലാ അർത്ഥത്തിലും പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗതയിലൊന്നും നേടാനാകാതെ പിന്തിരിഞ്ഞോടേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ഇറാൻ കൂടി ചേരുമ്പോൾ മാത്രമാണ് അമേരിക്കയാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കുറച്ചുകൂടി പശ്ചിമേഷ്യയിൽ ഒരു തലയെടുപ്പും ബലവും കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ മെക്ക പാക്റ്റിനെയാണ് ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു നാറ്റോ സഖ്യമുണ്ട്. ഇത് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുമ്പോൾ അതിനെ ഇസ്ലാമിക് നാറ്റോ എന്ന് വിളിക്കുന്നു. അതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന പ്രധാന കാരണം വർഷങ്ങളായി ഈ രാജ്യങ്ങളെ ഇരയാക്കിയാണ് ഈ അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ കൊഴുത്ത് തടിച്ച് അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇസ്ലാമിക് നാറ്റോ എന്ന ആശയത്തോട് ചൈനയ്ക്കും റഷ്യയ്ക്കും താല്പര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം യൂറോപ്പിന് ഒരു ബദലാക്കിയെടുക്കാൻ പ്രത്യേകിച്ചൊരു സാമ്പത്തിക ശക്തിയായി വളരുന്ന പശ്ചിമേഷ്യയ്ക്ക് കഴിയും എന്നത് പ്രതിയോഗിക്കിട്ടടിക്കാൻ ഒരായുധമാണെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്.